Excuse me. Yes, sir. Room number 201? Second floor. Second floor. Thank you. Welcome, sir. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആഹാ, ക്യാപ്റ്റൻ രാജഗോപാൽ സാബിന്റെ മോന് പേടിയാ. അച്ഛൻ ക്യാപ്റ്റൻ ആയിരിക്കും, പക്ഷെ മോൻ വെറും വിക്കറ്റ് കീപ്പറാ. വാ വാ. എടാ അശ്വിനെ, കുറച്ച് ദിവസമായിട്ട് മനസ്സിന് വല്ലാത്തൊരു വിഷമം, ഒരു മനസമാധാനം ഇല്ലടാ. മനസ്സിനൊരു വല്ലാത്ത വേദന. സ്വപ്നമേതാ യാഥാർത്ഥ്യമേതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ഡേ, എല്ലാം നില്ല തോന്നലാടേ. ആയിരിക്കാം, ഇതെല്ലാം വെറും തോന്നലായിരിക്കാം. പക്ഷേ ഈ തോന്നലുകളല്ല എന്നെ ഒരു മുഴു ഭ്രാന്തനാക്കി മാറ്റുമെന്ന് എനിക്കൊരു പേടി. അതിൽ നിന്നല്ല എനിക്ക് രക്ഷപ്പെടണം. അതിനായി ഇന്ന് എൻ്റെ മുന്നിലൊരു വഴിയുണ്ട്. ഞാൻ തന്നെ തുറന്നിട്ട വാതിൽ, സിനിമ. നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അതെടാ, പ്രശസ്തിയോ പദവിയോ ഒന്നും മോഹിച്ചിട്ടല്ല. ഇനിയുള്ള കാലം മനസ്സമാധാനത്തോടെ ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. അല്ല, എന്താ നിന്റെ സിനിമയുടെ വിഷയം? ആസ്ട്രൽ പ്രൊജക്ഷൻ. ഞാൻ അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഒന്ന് പോടാ. ശ്രീനാരായണ ഗുരുസ്വാമിയും വിവേകാനന്ദ സ്വാമിയും പോലുള്ളവർ ചെയ്തിട്ടുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ നീ ഒരു സിനിമയെ കൂടി ചെയ്ത് കാണിക്കുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇന്നൊരു കഥ ഞാൻ കേൾക്കും, ഇഷ്ടപ്പെട്ട ബാക്കി. ശരി, നടക്കട്ടെ നിന്റെ പ്രാന്ത്. ഇനി ലേറ്റായ ക്യാപ്റ്റൻ ചിലപ്പോൾ പേടി വെക്കും. ശരിയടാ, ബൈ, കാണാം. ഹലോ. ഹലോ സാർ. ആ, ഞാൻ സാർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴെയുണ്ട്. ഞാൻ കയറി വരട്ടെ? ഇപ്പോൾ വേണ്ട. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ പുറത്തോട്ട് വരും. ഓക്കെ. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. ശരി സാർ. ഓക്കെ. ഹായ്. ഹലോ സാർ. ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. തൻ്റെ ത്രെഡ് താൻ ഫോണിൽ കൂടെ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ കഥ എനിക്ക് കേൾക്കണമെന്നൊരാഗ്രഹം, അതിനുവേണ്ടിയാണ് തന്നോട് വരാൻ പറഞ്ഞത്. സോ കഥ താൻ പറയൂ. ശരി സാർ.
കഥ തുടങ്ങുന്നത് ഒരു കൊലപാതകിൽ നിന്നാണ്. പണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഒരാൾ. അങ്ങനെ കഥയിലേക്ക് പോവുകയാണ്. ഹലോ, നിന്റെ ഇൻബോക്സിലേക്ക് ഞാൻ പറഞ്ഞ 3 ചിത്രങ്ങൾ അയച്ചിട്ടുണ്ട്. അത് നോക്ക്. ഓക്കെ, ഹോൾഡ് ചെയ്യും. ഹലോ, 3 പേരെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ ഒരാളല്ലേ ഉള്ളൂ, ബാക്കി 2 പേരോ? ചോദ്യങ്ങൾ എനിക്കിഷ്ടമല്ല. ചോദ്യങ്ങളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഉത്തരങ്ങളാണ്. ഞാൻ പറഞ്ഞത് നീ ചെയ്. നിന്റെ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പിന്നാലെ എത്തിക്കോളും. ഓക്കെ? ഓക്കെ. ഇങ്ങനെയൊന്നും സംഭവിക്കണമെങ്കിൽ അതിൽ ഞാൻ മാത്രം എങ്ങനെ കുറ്റക്കാരിയാവുന്നത്? ഒന്ന് പതുക്കെ പറയാതെ. ഞാനിത് കേട്ടു മടുത്തു. നിന്റെ ഭർത്താവെന്ന് പറഞ്ഞിടത്തുണ്ടല്ലോ, അവനായിക്കൂടെ? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ഞാനാണ് ഉത്തരവാദിന്ന് എന്താ ഉറപ്പ്? ഉറപ്പ്? നിനക്ക് ഉറപ്പ് വേണമല്ലേ? അവനില്ലാത്ത നേരം ഈ വാതിൽ കിടക്കുമ്പോ നിനക്ക് ഉറപ്പില്ലായിരുന്നു? അവനില്ലാത്ത നേരം ഈ കിടക്ക പങ്കിടുമ്പോ നിനക്ക് ഉറപ്പില്ലായിരുന്നു? ഇന്നേ നിമിഷം അവനോട് വരില്ല എന്ന് ഉറപ്പിന്മേലല്ലേ നീ ഇവിടെ നിൽക്കുന്നത്? This is for you. Who are you?
No, this is not an end. Just a beginning of a new era. Now go to hell നോ with a sweet smile. വേണ്ട നോ നോ പ്രതിരോധ ശക്തി ഇല്ലാത്തവന് പ്രതികരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധം പണം. പണത്തിനും ഇത് പറന്നു നടക്കുന്ന പരുന്തിൻ കണ്ണുകളുടെ മറവിൽ മറഞ്ഞിരിക്കുന്ന റെക്സ്. ഇതാ നിനക്കുള്ള എൻ്റെ സമ്മാനം. ശരിയാണ്, ശരിയാണ്. ഇവിടെയുള്ള ഒരുപാട് പരുന്തുക്കളുടെ ഇടയിലാണ് ഞാൻ കഴിയുന്നത്. എൻ്റെ ജോലിക്ക് ആ പണം കൂടിയേ തീരൂ. അവിടെ ശരിയും തെറ്റൊന്നുമില്ല. പണം, പണം മാത്രം. പണമാണ് യജമാനൻ. പണം വിധിക്കും, ഞാൻ അനുസരിക്കും. പറഞ്ഞോ, ആരൊക്കെയാ? എൻ്റെ ഇരുമ്പ് വടിക്ക് തീരുമെന്ന് ഉറപ്പിച്ചത് ആരൊക്കെയാ? പറഞ്ഞോ. This is not an end, just a beginning of a new era. Now, go to hell with a sweet smile. എന്താ സാറേ, വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. കേട്ട് തുടങ്ങിയ ആവേശമൊന്നും ഇപ്പോൾ മുഖത്ത് കാണുന്നില്ലല്ലോ. ആരാ മൂന്നാമൻ? ഒന്നും ഓർമ്മയില്ലേ സാറേ? എല്ലാം ഒന്ന് ഓർത്ത് നോക്ക്. ഒന്ന് പൊടി തട്ടി എടുക്ക് സാറേ. അവനില്ലാത്ത നേരം ഈ വാതിൽ കിടക്കുന്നത് ഇന്ന് ഈ നിമിഷം അവരുടെ വല്ലാത്ത ഉറപ്പിലല്ലേ നീ ഇരിക്കുന്നത്? അവനില്ലാത്ത നേരം ഈ കിടക്കപ്പ കിടക്കുന്ന നിനക്ക് ഉറപ്പില്ലായിരുന്നു. പറഞ്ഞോ. KL27 1406. ഞാൻ പറഞ്ഞവൻ ഈ നമ്പറുള്ള ചുമന്ന ബുള്ളറ്റിൽ വരുന്നുണ്ട്. റെക്സ്, ഇനിയെല്ലാം നീയാണ് നോക്കേണ്ടത്. ഓക്കെ ഓക്കെ, ബാക്കി ഞാൻ ഏറ്റു. എന്താ സാറേ, എല്ലാം ഓർമ്മ വന്നോ? ഇല്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം. കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഡോക്ടർമാരുൾപ്പെടെ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോഴും എന്നിലെ വിശ്വാസത്തിലാണ് ഞാൻ റിക്കവറായത്. തിരിച്ചു വന്നത് അവൾക്ക് വേണ്ടിയാണ്. പക്ഷെ ഞാൻ വന്നപ്പോൾ അവൾ സന്തോഷവതിയെ കുടുംബം നയിക്കുന്നു. സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചവനാണ് ഞാൻ. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൾക്ക് പൂക്കൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് കൊടുത്ത് തന്നെ ഞാൻ അവളെ കൊന്നു. പിന്നീട് അവൻ നീ പണം കൊടുത്ത് കൊല്ലാൻ ഏൽപ്പിച്ച നിന്റെ വിശ്വസ്തൻ. പണം കൊടുത്താൽ എന്തും ചെയ്യുന്ന അവനെ പണത്താൽ തന്നെ ഞാൻ കൊന്നു. ഇനി നീ വലിയൊരു സംവിധായകനാണല്ലോ. നല്ല നല്ല കഥകൾ കേൾക്കുന്നതാണല്ലോ നിന്റെ സന്തോഷം.
ഒരു കഥയിലൂടെ ആയിക്കോട്ടെ നിന്റെ അവസാനമെന്ന് ഞാനങ്ങ് തീരുമാനിച്ച്. യെസ്, ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി എറ. നൗ ഗോ ടു ഹെൽ. എൻ്റെ റിസർച്ചിൻ്റെ അവസാന ഘട്ടം. ഇന്നലെ വരെ ഞാൻ സഞ്ചരിച്ച വഴികളും എൻ്റെ വിശ്വാസവും സത്യമാണെങ്കിൽ ഇന്നെനിക്കതിന് സാധിക്കും. എന്നെ കാണാൻ, കണ്ട് കഥ പറയാൻ ഇന്നൊരാൾ വരും. മായ എന്നും സിദ്ധി എന്നും അത്ഭുതമെന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഈ വിദ്യയിലൂടെ എനിക്ക് അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയണം. ഒരുപക്ഷെ ജീവിതത്തിൽ ഇതെനിക്കൊരു തുടക്കമാകും, ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കം. ഹലോ. ഹലോ സാർ, ഞാൻ സാർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴെയുണ്ട്. ഞാൻ കയറി വരട്ടെ? നീ ഇപ്പോൾ ഇവിടെ വരണ്ട, ഞാൻ പറയുന്ന വേറൊരു സ്ഥലത്ത് വന്നാൽ മതി. ഹലോ സാർ, ഞാനിവിടെ തന്നെ ഉണ്ട്. സാർ എത്തിയോ?